നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ഇലവിഴ പൂഞ്ചിറ മുനിയറ കേവിന്റെ അടുത്താണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് മലങ്കര ജലാശയമാണ്. മലങ്കര ജലാശയമാണ്. ഇടുക്കി ഡാമിൽ നിന്ന് മൂലമറ്റം പവർ ഹൗസിൽ വെള്ളം വന്നിട്ട് മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് വൈദ്യുതി ഉണ്ടായതിനു ശേഷം വരുന്ന വെള്ളമാണ്. ഫ്രഷ് വെള്ളമാണ് കിട്ടുന്നത്. അതെ അതെ, ഫ്രഷ് വാട്ടർ. പിന്നെ ഇത് ഒരു റെയിൻ അല്ലാതെ ഇത് വാട്ടർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് വരുന്നത്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് വരുന്നത് അവിടെയും ചെറിയൊരു പവർ പ്ലാന്റ് തന്നെ ഉണ്ട് അവിടെ. അതായത് ഇടുക്കി ഡാമിൽ നിന്ന് കൊളമാവ് ഡാമിൽ വന്നിട്ട് കൊളമാവ് ഡാമിൽ നിന്ന് 36 കിലോമീറ്റർ തുരങ്കത്തിൽ കൂടെ മൂലമറ്റം പവർ ഹൗസിൽ വന്നിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് വരുന്ന വെള്ളമാണിത്. ഏത് വേനൽക്കാലത്തും ഇത്രയും വെള്ളം തന്നെ അതിൻ്റെ അകത്ത് കാണും. ആ വെള്ളം കുറയില്ല. മഴക്കാലത്താണ് വെള്ളം കുറവ്. നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ കുളിക്കാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. അതിനകത്ത് ഒന്നും എല്ലാവരും ഒന്നും കുളിക്കാതെ വന്നവരാണ്. ഒരു 3 മണിക്കൂർ അല്ല ഇത്. പിന്നെ ഇവിടുത്തെ മുനിയറ കേവ് എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് അവര് താമസിച്ച ഗുഹയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇവിടെ കേവിനെ കുറിച്ചും വ്യൂ പോയിന്റിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പിലാണ്. 3200 അടി ഉയരത്തിലാണ് ഇതിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരമുണ്ട്. പിന്നെ ഉദയവും അസ്തമയവും ഒരേ സ്ഥലത്ത് നിന്ന് കാണാവുന്ന ഇന്ത്യയിലെ 7ാമത്തെ സ്ഥലവും കേരളത്തിലെ ആദ്യത്തെ സ്ഥലമാണ് ഇലവിഴ പൂഞ്ചിറ. ഇലവിഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ വന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ട്. വഴി വന്നിട്ട് 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇപ്പം. നേരത്തെ താഴെ നോട്ട് ഓഫ് റോഡ് ജീപ്പായിരുന്നു ഉള്ളത്. ഇവിടെ ഒരു നല്ല തണുപ്പും ഫീൽ എപ്പോഴും ഇവിടെ ഈ കാലാവസ്ഥയാണ്. അപ്പൊ ഏതാനും അടുത്ത കാലത്ത് ഇവിടെ റിസോർട്ടുകളൊക്കെ വരുന്നൊരു റിസോർട്ടുകൾ പണ്ട് തൊട്ട് ഇവിടെ ഉണ്ട്. മറ്റേ DTPCയുടെ റിസോർട്ട് പറഞ്ഞ വർഷങ്ങളായിട്ട് മേളിലുണ്ട്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇലവിഴ പൂഞ്ചിറയിലെ പുത്രന്മാർക്ക് നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. ഈ തടാകത്തിൽ ചെല്ലുമ്പോ തടാകത്തിന്റെ ഇത് പറഞ്ഞുതരാം. എന്റെ ഒരു ബിനോയ്. പിന്നെ നമ്മള് മലബാർ മേഖലയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഈ ഇലവിഴ പൂഞ്ചിറയിൽ വരുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഗൈഡിങ്ങും ഇവിടെ പിന്നെ ജീപ്പ് സഫാരി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് വിനോയ് ചേട്ടനും ടീമുമാണ്. നമ്പർ കൊടുക്കാം. നമുക്ക് അതിൽ നമ്പർ കൊടുക്കാം. വിനോയ് ചേട്ടാ നമ്പർ പറ. നമ്പർ 88 48 47 73 74. ഓക്കെ. ഇനി ഇവിടെ ഇലവിഴ പൂഞ്ചിറയിൽ വരുന്നവരെല്ലാവരും തന്നെ ഈ വിനോയ് ചേട്ടനുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇത് KSRTC ഒരു പിന്നെ വെറുമ്പാക്ക് പറയല്ല. ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും തന്നെ പിന്നെ എല്ലാവർക്കും അടിപൊളി ഒരു ക്ലാസ് തന്നെയാണ്. ഇലവിഴ പൂഞ്ചിറ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു അതിമനോഹരമായ ക്ലാസ് തന്നെ നടത്തി. ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇതേമാതിരി ക്ലാസ് എടുക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇവിടുത്തെ പ്രകൃതി മാത്രമല്ല, നമ്മൾ താഴെ കണ്ട ചേച്ചിയും അപ്പച്ചനും അവരെല്ലാവരും ഇവരും ഇലവിഴ പൂഞ്ചിറയിലെ ആൾക്കാരാണ്. ഇവിടുത്തെ സൗന്ദര്യം ഇതിലേറെ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കാം. വൈബ് എന്താ വൈബ്. യെസ്, കമോൺ. നമുക്ക് ഒരുപാട് റീൽസ് ഇവിടെ ഉണ്ടാക്കാം. വരൂ. ഇവിടെ നമുക്ക് എന്താണ് പ്രകൃതി ആസ്വദിച്ചിട്ടുള്ള ലാഫ്റ്റർ യോഗ അല്ലേ? ഇവിടെ നമ്മളൊരു പ്രകൃതി ആസ്വദിച്ചിട്ടുള്ള ലാഫ്റ്റർ യോഗയാണ് ചെയ്യുന്നത്. അതിഭീകരമായ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിലാണോ സിനിമ കാണിച്ചിരുന്നത്? ഇതിലാണോ ഇത് സിനിമയിൽ കാണിച്ചിരുന്നു? ഓക്കെ. സിനിമയിൽ പോലും കാണിക്കാത്ത നല്ല തണുതെടുത്ത ഐസ് പോലെ വിറക്കാൻ പറ്റും. അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും നമ്മൾ പ്രതീക്ഷയില്ല കേട്ടോ. അതൊന്നും നമ്മൾ ഒരു പൂ പ്രതീക്ഷിച്ച് ഇലവിഴ പൂഞ്ചിറ നമുക്കൊരു പൂക്കാലം തന്നെ തന്നു അല്ലേ? ഇവനൊക്കെ ഭയങ്കര. ഇവനൊക്കെ എനിക്ക് തോന്നുന്നത് നാളെ കഴിഞ്ഞ വ്ളോഗർമാർ. വെരി ഗുഡ്. അടിപൊളി. പാണ്ഡവന്മാർ താമസിച്ച ഗുഹ മുനിയറ ഗുഹ.
ഇതിൽ ഓക്സിജനൊക്കെ കറക്റ്റ് കിട്ടൂലേ? പഞ്ചപാണ്ഡവന്മാര് സഞ്ചരിച്ച ഗുഹയാണിത് അല്ലേ? താമസിച്ച ഗുഹയാണ്. ഓക്കെ, നമ്മളെ ഇലവിഴ പൂഞ്ചേരിൽ അഭിനയിച്ച നടി എന്താ ചെയ്യാന്ന് പറഞ്ഞാലേ ഒക്കെ പേടിച്ചിട്ട് ഉള്ളിക്ക് പോകണില്ല. ഇനി എങ്ങനെയാ മോളും അഭിനയിച്ചത്? ഇഷ്ടമായോ? എൻജോയ് ചെയ്ത് ഇവിടെ നടന്ന് കയറുകയാണ് മക്കൾ. അടിപൊളി യാത്രയായിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ദുഷ്കരമാണെന്ന് പറയാറുണ്ട്. വളരെ ദുഷ്കരമായ വഴിയിലൂടെ നമ്മൾ സ്വർഗം പോലെ സുന്ദരമായ ഭൂമിയിലെ ഈ പ്രദേശത്തെത്തിയിരിക്കുകയാണ്, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദുഷ്കര വഴികൾ താണ്ടിയാലും അവസാനം ഒരു സ്വർഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. എവിടെ മോട്ടിവേഷൻ ട്രെയിനർ? നമ്മുടെ പ്രശസ്തയായ മോട്ടിവേഷൻ ട്രെയിനർ എവിടെയുണ്ട്? നിങ്ങൾ എവിടെ സ്ഥലം? എടപ്പാൾ ചാങ്സ്. എന്ത് പറയുന്നത്? നല്ല അടിപൊളി സ്ഥലം അല്ലേ? ഒരു സ്വർഗം എന്നൊക്കെ പറയുന്നത് ഇതിനെ തന്നെയാണ് അല്ലേ? ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഊട്ടിയൊന്നും ഒരു ഊട്ടിയല്ല. സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ല. നമ്മള് ഇത്ര പ്രതീക്ഷയില്ല. നമ്മൾ KSRTC ടൂറിൽ വന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ ഈ ഒരു മനോഹര സ്ഥലത്ത് നിന്ന് ഒരു പാട്ടുകൾ പാടിയില്ലേ? മോശമാണ്. ഹിന്ദിയിലാണെങ്കിൽ കോയി ജന്നത്തിക്ക് ഹൂർ നഹി, കോയി ജന്നത്തിക്ക് ഹൂർ നഹി മേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടൻ വന്ന് ഇടിച്ച് ഷെയ്പ്പാക്കുന്ന സ്ഥലമൊക്കെ ഇവിടെയാണ്. കണ്ടില്ലതാ ഇവിടെയാണ്. ഈ വഴികളിലൂടെയാണ് ഈ ഫിലിമിൽ പോലീസൊക്കെ മേലോട്ട് കയറി പോകുന്നത്. ഏതായാലും ഇവിടെ വരുന്നതിന് മുമ്പ് ആ സിനിമ ഒരു വർഷം കണ്ടു. കാരണം ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നത്. പൂവല്ലേ മധുനീർണ പൂമോളല്ലേ മങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ അണിനിലെ അനവിനോളെ ഇല്ലാതിയാരുന്നേ വരി. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? വൈബില്ലേ? എൻജോയ് ചെയ്തു. അതിലും അതൊക്കെ മേലെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം സിനിമയിൽ കുറച്ചുകൂടി ഫിയർഫുൾ ആയിട്ടാണ്. പ്രത്യേകിച്ച് ഇത് കുറച്ചുകൂടി വളരെ റിലാക്സിങ്ങും എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ. കാണാതെ മിന്നൽ മഴ. How is the place? Very nice and it is very beautiful. I like this place. Very good. Very famous YouTuber ആണ്. ഇവന്റെ പേജ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്താണ് നിന്റെ ചാനലിന്റെ പേര്? പറയൂ. San Cristo Videos. San Cristo Videos. വളരെ മനോഹരമായി കുട്ടികൾക്ക് പഠിക്കാനുള്ള ടിപ്സ്. ഈറ്റിംഗ് വീഡിയോസ് ഇല്ല. അത് പ്രകൃതി നേച്ചർ ആസ്വദിക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് ഇവന്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള കുട്ടികളാണ് അഭിമാനം. ഇവന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൻ തേൻ നിറഞ്ഞു, പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, മിന്നലെ മിന്നലായി. മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ല. പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ ചിത്രീകരിച്ച ഒരു സ്ഥലം. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അല്ലേ?
എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു ആണോ? കമോൺ, ഇതൊരു ഫേമസ് വ്ളോഗറാണ് നമ്മളെ കൂടെ ഉള്ളത്. നല്ല സൂപ്പർ പ്ലേസ്, നല്ല ക്ലൈമറ്റ്, സൂപ്പർ. കിടക്കായിരുന്നു ആകെ വന്നത് ഇവിടെ മാത്രമാണ്. ഇല്ലിക്കല്ലും ഇലവിഴ പൂഞ്ചിറയും ആകെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത്. അതിൽ ഇല്ലിക്കല്ലും മൊത്തം ഉറങ്ങി കിടക്കായിരുന്നു വണ്ടിയിൽ. ഇവിടെയൊക്കെ വൈബല്ലേ? ഈ സ്വർഗത്തിലേക്കുള്ള നരകത്തിന്റെ വഴിയിലൂടെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നല്ല വൈബാണ് ഇവിടെ. ഓക്കെ, താങ്ക് യു. പെണ്ണ് കുമ്മിയാടി കുമ്മാളത്തിൽ ഉമ്മിയാടി. നമുക്ക് ഇവർക്ക് വെഞ്ഞാറമൂട് KSRTCക്ക് വേണ്ടി ഒരു ലാഫ്റ്റർ യോഗ കാണിച്ചു. നമ്മള് ഒരു KSRTC ടിക്കറ്റ് ലാഫ്റ്റർ യോഗയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ടിക്കറ്റ് ലാഫ്റ്റർ യോഗ. ഓക്കെ, എങ്ങനെയാണെന്നറിയോ? നമ്മൾ വരി നമ്മൾ സ്നേഹത്തിന്റെ ടിക്കറ്റ് അല്ലെങ്കിൽ ചിരിയുടെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ KSRTCയിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു, പകരം ചിരിക്കുന്നു. ഓക്കെ ഓക്കെ, ടിക്കറ്റ് തോന്നുന്നുണ്ടോ അല്ലേ? കുത്ര വിശാലത കൂട്ടിക്കില്ല. മലങ്കര ഡാം. ഹലോ, പറയൂ, എവിടെയാണ് മലങ്കര ഡാം? ഇതെവിടെ അല്ലേ മലങ്കര ഡാം? ഇതെന്താണ്? അതൊരു റോഡാണ്, അതിലെ കടന്നു പോകുന്ന റോഡ്. ഉച്ചക്ക് നമ്മൾ പോയ ഡാമാണ് കാണുന്നത്. ശരിക്കും അങ്ങോട്ട് പോകണ്ടായിരുന്നു, ഇവിടെ ഒന്ന് കണ്ടാതിയേനു. എറണാകുളം ചാങ്സ് എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? അടിപൊളി ഗൈസ്, അടിപൊളി, എൻജോയ് ചെയ്തു. സെറ്റ്. ഹലോ ഡിയർ, കമോൺ, പറഞ്ഞോളി. ഇതാ നമ്മളെ ഇലവിഴ പൂഞ്ചിറയിലെ ഈ ഒരു സ്റ്റീൽ നമുക്ക് സ്പർശിച്ചറിയാം. ഈ ചെടി നമ്മളൊന്ന് സ്പർശിച്ചറിയാണ്. ഇവരിട്ട് ഈ കുപ്പായം നമ്മളൊന്ന് സ്പർശിച്ചറിയാണ്. പൂഞ്ചിറ എന്ന് പറയുന്ന മഹാത്ഭുതത്തിന്റെ തൊട്ടരികിലാണ് എത്തിയിരിക്കുന്നത്. നോക്കൂ, ഇതവിടെ എന്തൊരു ശാന്തമാണിത്. ഇല വീഴ്ത്താൻ നോക്കുകയാണ്, പക്ഷെ ഇല വീഴുന്നില്ല. ഏതായാലും മനോഹരമായ സ്ഥലം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന മഹാത്ഭുതം നേരിട്ട് താഴെ വന്ന് കാണുകയാണ്. ഇതാണ് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ. ഇതാണ് നമ്മുടെ സൂപ്പർ ഇലവിഴ പൂഞ്ചിറ. ഒരു ഇല പോലും വീഴില്ല എന്നാ പറഞ്ഞ്. സർവീസ് സൂപ്പർ കേട്ടോ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളെ വിളിച്ച് വാക്കുകൾ